വാണിയൻകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 13 മുതൽ 19 വരെ വാണിയൻകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദൈവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, സന്തോഷ് കമ്പം എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. കുറുമലയിൽ പുനർനിർമ്മിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം പ്രാർത്ഥനാപൂർവ്വം നടന്നു. വിവിധ സഭാ നേതാക്കളും വിശ്വാസികളും പങ്കെടുത്ത ചടങ്ങ് ഭക്തി നിർഭരമായ ശുശ്രൂഷകളോടെയാണ് നടന്നത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന്. പുനർനിർമ്മിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ കുറുമല ദേവാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പ്രാർത്ഥനാപൂർവ്വം നടന്നു. ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റവറൻ ജോമോൻ ജോസഫ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഒരു മഹാപർവ്വതം അവിടെ തടസ്സമായി നിൽക്കുകയാണ്. സെരുബാബേലിനോട് ദൈവം പറഞ്ഞു, സെരുബാബേലെ, ഇത് കണ്ട് നീ ഭാരപ്പെടേണ്ട, കൃപ കൃപ എന്ന് നീ ആർത്ത് ദൈവത്തിനും വേദന അനുഭവിക്കുന്ന അനേകർക്ക് ഈ ആലയം ഒരു ആശ്വാസമായി തീരുവാൻ, ദൈവമക്കൾ വചനത്തിൽ ഉറയ്ക്കുവാൻ, ഈ ദേശത്തിന് ഈ ആലയം ഒരു അനുഗ്രഹമായി മാറുവാൻ ദൈവത്തിന്റെ കരം അങ്ങനെ വെളിപ്പെടുന്നത് കൊണ്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒന്ന് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ശില ഇവിടെ സ്ഥാപിച്ച് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത്യുന്നതനായ ദൈവത്തിന്റെ കരം ഈ പണി കൈയേറ്റത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി കാവലായി വെളിപ്പെട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുക. ഒരു തടസ്സവും കൂടാതെ പണികൾ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം. സാമ്പത്തിക നന്മകളെ ദൈവം ഒരുക്കണം. ശുശ്രൂഷകനെ ദൈവം ബലപ്പെടുത്തുക. മാനം മഹത്വവും കർത്താവിന് യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവനാമ മഹത്വത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ശില ഇവിടെ സ്ഥാപിച്ചതായി അറിയിക്കുന്നു. കരമുയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പാടാം. ചേലക്കര ദേവസഭ പാസ്റ്റർ റെജി ജോൺ ചടങ്ങിൽ സഹകാർമ്മികത്വം വഹിച്ചു. പാസ്റ്റർമാരായ കെ ജോണിക്കുട്ടി, വിൽസൺ സി ജോൺ, ജോഷി, UPF പ്രസിഡന്റ് VC എബ്രഹാം, പാസ്റ്റർ TV മാത്യു, റോയി ജോസഫ്, പാസ്റ്റർ പോൾസൺ T ജോർജ്, KP മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്ന നമ്മുടെ ഈ ശിലാസ്ഥാപന ശുശ്രൂഷ നടത്തിയ ദൈവസഭയുടെ പരമോന്നത നേതാവായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോമൻ ജോസഫ് സാറിനെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന തിരുമേരി സെൻട്രൽ മിനിസ്റ്ററായിരിക്കുന്ന ജോണിക്കുട്ടി സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ കർത്താവെ, ജനത്തിൻ്റെതായ കർത്താവെ ആഗ്രഹമനുസരിച്ചുകൊണ്ട് കർത്താവെ ഈ കർത്താവെ വിശുദ്ധാലയത്തിൻ്റെതായിരിക്കുന്നതായ ചില കർത്താവിടുവാൻ ഇന്ന് സഹായിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ ഒരിക്കലിനാൽ സഭാ സെക്രട്ടറി KP ചാക്കോ, കമ്മിറ്റി അംഗങ്ങളായ സ്റ്റാൻലിംഗ് K സാമുവൽ, MG കുഞ്ഞുമോൻ, മാത്തുക്കുട്ടി ജേക്കബ്, ഓഡിറ്റർ സിബി ബേബി, രാജു എബ്രഹാം എന്നിവരും വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഈ സഭ ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുന്നത് 1950 ബഹുമാനപ്പെട്ടവനായ കർത്താവിൻ്റെ ദാസനായി പ്രവർത്തിക്കുന്ന തെക്കൻ പ്രദേശത്ത് ചങ്ങനാശ്ശേരിയിലായിരുന്ന വളരെ സന്തോഷമുണ്ട്. ഇന്ന് ചേലക്കരയിൽ കുടുംബമായി എത്തി. വളരെ നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ റെജി ജോൺ, അദ്ദേഹം ഇവിടുത്തെ
ആലയത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒരു പുതിയ ആലയം അതിൻ്റെ നിർമ്മാണം വളരെ അടിയന്തരമായി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. 1950 ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അതിനുശേഷമായി അന്നത്തെ മിഷണറി ആയിരുന്ന വില്യം പോസ്പിൽ എന്ന് പറയുന്ന അനുഗ്രഹീതനായ മിഷണറി ഇവിടെ എത്തി 1968 ഒരാലയം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ സമൂഹമൊക്കെ ഇവിടെയുണ്ട്, അവരുടെ തലമുറകൾ ഇവിടെയുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ കാലോചിതമായ ഒരു ആരാധനാലയമല്ലാത്തതുകൊണ്ട്, മനോഹരമായ ഒരു ആരാധനാലയം ആവശ്യമുള്ളതുകൊണ്ട് ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പണി ആരംഭിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവം അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പണികൾ നിന്നു പോകാതെ, തടസ്സങ്ങളില്ലാതെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ ഇതിൻ്റെ ഭംഗിയായൊരു മനോഹരമായൊരു ഹോള് എത്രയും വേഗം പണിതെടുക്കുവാൻ സർവശക്തനായ ദൈവം അതിനുള്ള എല്ലാ നന്മകളും മുഖാന്തരങ്ങളും വഴികളും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്ലാക്കോടുള്ള ദൈവസഭയുടെ പേരിലും UFIFിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഞാൻ എൻ്റെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. CCV ന്യൂസ് ചേലക്കര.